ഇപ്പോൾ 3 വള്ളങ്ങളും വ്യക്തമായ അവയുടെ മുന്നേറ്റം കാണാൻ കഴിയുന്ന രീതിയിൽ മാനാരി ചുണ്ടൻ വള്ളപ്പാടുകൾക്ക് മറ്റു വള്ളങ്ങളെ പിന്നിലാക്കുമ്പോൾ ആലപ്പാട് ചുണ്ടൻ കരുവാറ്റ ചുണ്ടനെ തുഴപ്പാടുകൾക്ക് പിന്നിലാക്കിയാണ് മുന്നോട്ട് വരുന്നത്. ഒട്ടും ആവേശം കുറയുന്നില്ല. ഈ അവസാന ലാപ്പിലാണ് അവർ പങ്കെടുക്കുന്നതെങ്കിൽ പോലും ഒട്ടും ആവേശം കുറയാതെ താളക്കാരൻ ഇടിതടിയൻ ഇട്ട് കൊടുക്കുന്ന ആ താളപ്രമാണത്തിന് വിധേയമായി കൊണ്ട് തന്നെ ആ തുഴത്താളം മുറുക്കുന്ന രീതിയിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും അവരും വിട്ടുകൊടുക്കുന്നില്ല. ഏതാണ്ട് ആനാരി ചുണ്ടൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അവരും വെച്ചു പിടിക്കുകയാണ്. ഈ വള്ളംകളിയിലൊരു സ്വഭാവമുണ്ട്. പിന്നിലായി പോയാൽ പോലും അല്ലെങ്കിൽ സമ്മാന അർഹനല്ല എന്ന് ബോധ്യമായാൽ പോലും തുഴച്ചിലൊരിക്കലും ഇളത്തുകയില്ല. തുഴഞ്ഞു തന്നെ പൂർത്തീകരിക്കും. ആ മത്സരം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു വ്യവസ്ഥ ഈ വള്ളംകളി മേഖലയിൽ എപ്പോഴുമുണ്ട്. ആനാരിയും ആലപ്പാടും കരുവാറ്റയും ചേർന്ന് നടക്കുന്ന 6ാമത്തെ ഹീറ്റ്സിലെ, അതായത് ചുണ്ടൻ വള്ളങ്ങളുടെ പ്രഥമ മത്സരങ്ങളിലെ അവസാന ഇനമാണ് ഇപ്പോൾ കാണുന്നത്. ആനാരി ചുണ്ടൻ വളരെ വ്യക്തമായി 6ാം നമ്പർ വള്ളം 4ാമത്തെ ട്രാക്കിലൂടെ വരുന്നു. 6ാമത്തെ ഹീറ്റ്സിലെ 6ാമത്തെ വള്ളം എന്ന് പറയാൻ കഴിയും. വളരെ വ്യക്തമായി തന്നെ ആനാരി ബോട്ട് ക്ലബ്ബ് തങ്ങളുടെ ചുണ്ടനെ മുന്നിലെത്തിച്ചിരിക്കുന്നു. NG ഉണ്ണിത്താൻ ക്യാപ്റ്റൻ, സജികുമാർ ലീഡിംഗ് ക്യാപ്റ്റനായ ആനാരി ചുണ്ടൻ വള്ളപ്പാടുകൾക്ക് മറ്റു വള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രഥമപാദ മത്സരങ്ങളിൽ 6ാമത്തെ ഹീറ്റ്സിൽ 4ാമത്തെ ട്രാക്കിലൂടെയുള്ള ആനാരി ബോട്ട് ക്ലബിന്റെ ആനാരി ചുണ്ടൻ ഫിനിഷ് ചെയ്യുന്ന ദൃശ്യങ്ങളിലേക്കാണ് മാന്യപ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തൊട്ടു പിന്നിൽ ആലപ്പാട് ചുണ്ടനും കരുവാറ്റ ചുണ്ടനും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രായണ പുതിയ വള്ളമാണ് ആലപ്പാട് ചുണ്ടനായി കാണിക്കുന്നത്. ആനാരി ചുണ്ടൻ ഈ 6ാമത്തെ ഹീറ്റ്സിൽ 1ാമതായി ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുന്നു. ആനാരി ചുണ്ടന്റെ ഒരു മന്ദഗതിയിലുള്ള ഒരു റീപ്ലേ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6ാം നമ്പർ ചുണ്ടൻ വള്ളം ഈ 72ാമത് വള്ളംകളിയിൽ 2026ാമത്തെ വർഷത്തിൽ